എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റിനോയ് ആർ ആനന്ദ്, പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖം, അതായത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുന്ന എന്നാൽ വളരെ ചിലർക്ക് മാത്രം ചികിത്സിക്കേണ്ടി വരുന്ന ഒരു അസുഖമാണ്. അതാണ് ഗർഭപാത്രത്തിലെ മുഴകൾ. ഗർഭപാത്രത്തിലെ മുഴകളിനെ ഇംഗ്ലീഷിൽ പറയുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്നാണ്. ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിൽ നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ മുഴകൾ കട്ടി വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഹോർമോണുകളുടെ വ്യതിയാനമായിരിക്കാം, ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഗർഭപാത്രത്തിലെ മുഴകൾ വരുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ലക്ഷണങ്ങളില്ലാത്ത ഫൈബ്രോയിഡുകളാണെങ്കിൽ അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് വലിപ്പം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് വളരെ വലിപ്പം കൂടിയാൽ നല്ല പീരീഡ്സിൻ്റെ സമയത്ത്, മാസക്കുളിയുടെ സമയത്ത് നല്ല അതിശക്തമായ വയറുവേദന ഉണ്ടാവും. പീരീഡ്സിൻ്റെ സമയത്ത് രക്തം കട്ടയായിട്ട് പോകും. ഇങ്ങനെ രക്തം ഒരുപാട് പോകുമ്പോൾ ചിലപ്പോൾ അനീമിയ, അതായത് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയുണ്ടാവും. അതൊക്കെ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ചില ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ ഈ ഓവുലേഷൻ നടക്കുമ്പോൾ ആ ബീജം അവിടെ പോയി ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് ഈ ഫൈബ്രോയിഡ് നിൽക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കില്ല, അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി ആവാനുള്ള സാധ്യതകൾ കുറയും. അതൊക്കെയാണ് ഈ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം. ഇനി ഫൈബ്രോയിഡ് സാധാരണഗതിയിൽ ഒരു പീരീഡ്സ് തീരുമ്പോൾ, അതായത് മെനോപോസ് കഴിയുമ്പോൾ 48 ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഹോർമോണുകളുടെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നു. ആ സമയത്ത് തനിയെ ഇത് ചുരുങ്ങിപ്പോകും. അപ്പോൾ അതാണ് വളരെ ചെറിയ ഫൈബ്രോയിഡുകളൊന്നും ട്രീറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നതിന് ഉള്ള കാരണം. എന്നാൽ രോഗലക്ഷണങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ വളരെ വലിയ ഫൈബ്രോയിഡുകളോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പോകാൻ വഴി? ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? പണ്ടൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ആയിരുന്നു. അപ്പോൾ ഈ ഫൈബ്രോയിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് വഴികൾ? മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാം, സർജറി കൊണ്ട്, അത് ഓപ്പൺ സർജറി ആവാം, അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയാവാം. അതും അല്ലെങ്കിൽ ഏറ്റവും അതിനൂതനമായിട്ടുള്ള ചികിത്സകളുണ്ട്, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്ന. ഓപ്പൺ സർജറിയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ശരീരം കീറി മുറിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയുണ്ട്. അപ്പം ഈ മരുന്നുകൾ ആദ്യം നമ്മൾ ഹോർമോണൽ ഗുളികകൾ കൊടുത്തു നോക്കും. ഹോർമോണൽ ഗുളികകളിൽ കൺട്രോൾ ആവാത്തവർക്കാണ് പിന്നീട് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ സർജറി ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ സർജറി, തുറന്നിട്ട് ആ ഫൈബ്രോയിഡ് മാത്രം കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി താക്കോൽ ദ്വാരം വഴി ആ ഫൈബ്രോയിഡ് മാത്രം കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് മയോമെക്ടമി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളൊരു സർജറി യൂട്രസ് മുഴുവനായിട്ട് എടുത്തു മാറ്റുക, ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്തു മാറ്റുന്നതിനാണ് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു രക്തക്കുഴലിനെ അടച്ചു കളയുകയാണ്. അപ്പോൾ ഗർഭപാത്രത്തിലെ പർട്ടിക്കുലറായിട്ടുള്ള ആ രക്തക്കുഴലിൽ പോയിട്ട് നമ്മൾ അത് അടയ്ക്കുകയാണെങ്കിൽ, പ്രത്യേകതരം മരുന്ന്, ഒരു PVA പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു പൊടി ഉപയോഗിച്ച് അത് അടയ്ക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡിലേക്കുള്ള രക്തയോട്ടം പോകും. ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നല്ല രക്തയോട്ടം ഉള്ളൊരു കട്ടിയാണ്. ആ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് അങ്ങ് കരിഞ്ഞ് അത് കാലക്രമേണ ചുരുങ്ങി 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 അതങ്ങനെ അങ്ങോട്ട് ഡിസപ്പിയർ ആവും. അതിനെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് പോകാവുന്നതാണ്. വലിയ കീറലോ മുറികളോ ഒന്നുമില്ല, അധികം റെസ്റ്റും വേണ്ട. സാധാരണ സർജറി പോലെ അങ്ങനെ വലിയ റെസ്റ്റ് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ കയ്യിൽ ഇവിടെ മാത്രം തരിപ്പിച്ചിട്ട്, ജനറൽ അനസ്തീഷ്യ പോലും വേണ്ട, ഇവിടെ മാത്രം ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 1-2 ദിവസം വേദന ഉണ്ടാവും. അപ്പോൾ വേദനയ്ക്കുള്ള ഗുളികൾ ഒരു 3 ദിവസം വരെ മാത്രം, അല്ലെങ്കിൽ ഒരാഴ്ച വരെ വേദനയ്ക്കുള്ള ഗുളികൾ മാത്രം കഴിച്ചാൽ മതി. കാര്യമായിട്ടുള്ള റെസ്റ്റുകൾ, ഇപ്പം സർജറി കഴിയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വേദന ഇല്ലാത്തവർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ജോലിക്ക് പോകാം. അപ്പോൾ അതാണ് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്ന ആധുനിക ചികിത്സാ രീതി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.